വല്ലതും തരണേ, വല്ലതും തരണേ, വിശക്കുന്നു. വല്ലതും തരണേ, വല്ലതും തരണേ, വിശക്കുന്നു. മക്കളെ, ശിവ, ഞാൻ പോവാ. പിള്ളേർ ഒറ്റയ്ക്കേ ഉള്ളൂ. ശിവ, മക്കൾക്ക് എന്നെ മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. ശ്രീധര, വൈതൊട്ടി, എന്റെ പ്രിയപ്പെട്ട സഹാക്കളെ, ലാൽ സലാം. പാർട്ടിക്ക് ഒരു മുദ്രാവാക്യം കൂടെ കിട്ടി. സമ്മതിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അഭിമാനത്തോടെ എക്കാലവും അനീതിക്കും അക്രമത്തിനുമെതിരെ നെഞ്ചുവിരിച്ചു എന്ന് പൊരുതാൻ ആവേശം പകരുന്ന മുദ്രാവാക്യം. ഇന്നലെ ഞാൻ കണ്ടു രണ്ട് സഖാക്കളെ, എനിക്ക് വിശക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് കൈനീട്ടുന്ന രണ്ട് കൊച്ചു സഖാക്കളെ, പാർട്ടിക്ക് വേണ്ടി മരിച്ചു വീണ നമ്മുടെ ശ്രീധരന്റെ മക്കളെ. അവരും രക്തസാക്ഷികളാണ്. മകനെ നഷ്ടപ്പെട്ട അമ്മമാർ, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാർ, അച്ഛനെ നഷ്ടപ്പെട്ട അനാഥരായ കുട്ടികൾ, ഇവരെല്ലാം രക്തസാക്ഷികളാണ്, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ. സഖാവിന്റെ വികാരം സത്യമാണ്. നമുക്ക് വേണ്ടി മരിച്ചു വീണ ധീര സഖാക്കളുടെ വികാരം ഏറ്റുവാങ്ങി കൂടുതൽ ശക്തിയായി പാർട്ടിയുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. സഖാവേ, ഈ സമരത്തിന്റെ അധ്യായം ഈ കൂട്ടക്കൊലയിൽ അവസാനിക്കുന്നില്ല. പ്രതികാരം ചെയ്യണം. അതിനെപ്പറ്റി പാർട്ടി ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. തീരുമാനത്തിലെത്തിയാലും ഇല്ലെങ്കിലും ഞാൻ പ്രതികാരം ചെയ്യും. മരിച്ചു വീണ സഖാക്കൾക്ക് വേണ്ടി, അവരോടൊപ്പം കത്തിച്ചാമ്പലാകാൻ കഴിയാതെ പോയ എനിക്ക് അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം. ചെയ്തേ പറ്റൂ. ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ലാൽ സലാം. ശിവ, ദിവാനെ വകവരുത്തി തിരിച്ചു വരാമെന്ന് കരുതുന്നുണ്ടോ? തിരിച്ചു വരണമെന്നില്ല. ഇത് ആത്മഹത്യയാണ്. ആത്മഹത്യയല്ല, ആത്മാഹൂതി. ഞാനും താനും വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി മുദ്രാവാക്യം വിളിച്ച് തോക്കിനെതിരെ മാറി വിരിച്ച് വെടിയേറ്റ് മരിച്ചു വീണ നമ്മുടെ ശ്രീധരന് വേണ്ടി, മൊയ്തൊട്ടിക്ക് വേണ്ടി, പഴനിക്ക് വേണ്ടി, രക്തസാക്ഷികളായ ഓരോ സഖാവിനും വേണ്ടി ഞാൻ ചെയ്യുന്ന ആത്മാഹൂതി. പാർട്ടി തീരുമാനമില്ലാതെ ഇങ്ങനൊരു ദൗത്യം സ്വയം ഏറ്റെടുക്കുന്നത് അച്ചടക്ക ലംഘനമാണ്. അച്ചടക്കവും അച്ചടക്ക ലംഘനവും പാർട്ടി അനുശാസിക്കുന്ന സംഘടനാ നിയമങ്ങൾ മാത്രമാണ്. അതിലുപരി കമ്മ്യൂണിസ്റ്റുകാരനൊരു മനസാക്ഷിയുണ്ട്, സത്യമറിയുന്ന മനസാക്ഷി. ആ മനസാക്ഷിയുടെ തീരുമാനത്തിലാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. എന്റെ മടക്കയാത്ര പ്രതീക്ഷിക്കണ്ട. ഇനി നമ്മൾ കണ്ടെന്നു വരില്ല. ശിവകാമി, ശിവകാമി, ഞാൻ അകത്തേ കയറുന്നില്ല സ്വാമി. ശിവകാമിയെ കൊണ്ടുപോകാൻ വന്നതുമല്ല. ഞാനിവിടം വിടുകയാണ്. യാത്ര പറയണം ശിവകാമിയോട്. ശിവകാമി,
ഞാനെന്നും എന്റേതാക്കണമെന്ന് ആഗ്രഹിച്ചത് നിന്നെ മാത്രമാണ്. ആ ആഗ്രഹം നിന്റെ മുമ്പിൽ തന്നെ ഉപേക്ഷിച്ചു പോവുകയാണ്. തിരിച്ചു വരില്ല. ഞാൻ നിന്നോട് കാണിച്ച ഏറ്റവും വലിയ നന്ദികേടായി ഇതിനെ കണ്ട് എന്നെ മറക്കുക. നീ കല്യാണം കഴിക്കണം എന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷെ ആകെ അവശേഷിക്കുന്ന ഇപ്പോഴത്തെ ആഗ്രഹം അത് മാത്രമാണ്. ശിവ, സഖാവായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്റെ മനസ്സിന്റെ ഭാഗമായ നിന്റെ സ്നേഹിതൻ ഉർമീസായിട്ടാ. നീയാണ് എന്റെ ശക്തിയും ധൈര്യവും. നീ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഈ അപകടത്തിലേക്ക് നീ എടുത്ത് ചാടരുത്. ശിവ, ശിവ, ഇല്ല ശിവ, ഞാൻ സമ്മതിക്കില്ല. കൊന്നുകളയും നിന്നെ ഞാൻ. പ്രഹ്ലാദ നാരദാദി ഭക്തനു പകടുരുണ്ട് ദീനാമ ഉപമുലകു നിത്യജയ മൗകളോ രാജീവ നയന ജാഗ രാജാ മൈന രാജീവ നയന ത്യാഗ രാജാവിനുദ മൈന ദീനാമ രൂപമുലകു നിത്യജയ മംഗളോ
പറഞ്ഞ് പിരിഞ്ഞതല്ലേ? പിന്നെ നീ എന്തിനു വന്നു? എനിക്ക് രക്ഷപ്പെടണ്ട. ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞില്ലേ ശിവ? ഇനി എന്തിനു പിടികൊടുക്കണം? ഒരു വാടക കൊലയാളിയെ പോലെ ആക്രമിച്ചിട്ട് ഇരുട്ടിൽ ഓടി ഒളിക്കാനല്ല ഞാൻ വന്നത്. നമ്മുടെ സഖാക്കളെ സമരമുഖത്ത് വെടിവെച്ച് കൊന്ന് കത്തിച്ച് ചാമ്പലാക്കിയ ശ്മശാനത്തിന്റെ അവശേഷിക്കുന്ന ആവേശമായി വെളിച്ചത്തിൽ ദിവാനെ വെട്ടി വകവരുത്തി കൊലക്കാരന് മുന്നിൽ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് വിളിച്ച് അധികാരവർഗത്തിന്റെ അന്യായ കുരുക്കിൽ അവസാനത്തെ താക്കീതായി ഇല്ലാതാകാനാണ് ഞാൻ വന്നത്. സമ്മതിച്ചു. അന്യായത്തിനെതിരെ ആദ്യത്തെ വാളെടുത്ത സഖാവ് ശിവൻ അധികാരവർഗത്തിന്റെ അവസാന താക്കീതായി ഇല്ലാതാകരുത്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ നീയല്ലേ ഓർമ്മിപ്പിച്ചത്? അല്ലേ ശിവ? ശ്രീധരൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സഖാക്കളുടെ അനാഥരായ മക്കൾ, വെളിച്ചം നഷ്ടപ്പെട്ട പട്ടിണി കുടിലുകൾ, അവർക്കാവശ്യം സ്തംഭിച്ചു നിൽക്കുന്ന അവരുടെ മനസ്സുകൾക്ക് മുന്നിൽ അവർക്ക് വേണ്ടി പകരം ചോദിച്ച് അവരുടെ അവസാന പ്രതീക്ഷയായി നിൽക്കുന്ന ധീരനായ സഖാവ് ശിവനെയാണ്. ബന്ധങ്ങളുടെ ചുടുകാട്ടിലെ കനൽക്കൂട്ടിൽ നിന്ന് ഊതിത്തെളിഞ്ഞ ആത്മവിശ്വാസത്തിന്റെ ഈ വിപ്ലവ നാളമാണ് ഇനി ആ കുടിലുകളിൽ വെളിച്ചമെത്തിക്കേണ്ടത്. മാരകമായ പരിക്കുകളേറ്റ ദിവാൻ മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിലും ഇനിയും തനിക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടായേക്കുമെന്ന് ഭയന്ന് ദിവാൻ നാടുവിട്ടു. താമസിയാതെ ദിവാൻ ഭരണം അവസാനിച്ചു. ഇന്ത്യ സ്വതന്ത്രയായി. സഖാ ഉർമീസിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബോംബെയിലും കൽക്കട്ടയിലുമായി 2 കൊല്ലം മാറി നിന്നിരുന്ന സഖാവ് ശിവൻ പാർട്ടി അറിയിച്ചതനുസരിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തി. അഭിമാനത്തോടെ കണ്ടു, താൻ സ്നേഹിക്കുന്ന പ്രസ്ഥാനം വളർന്നു വലുതായിരിക്കുന്നു. സഖാവ് ശിവൻ അച്ചടക്ക ലംഘനമാണ് കാണിച്ചത്. എങ്കിലും ഇത്തരമൊരു ദൗത്യം സ്വയം ഏറ്റെടുത്ത് നടത്താൻ പ്രേരിപ്പിച്ച സാഹചര്യം പാർട്ടി മനസ്സിലാക്കുന്നു. സഖാവ് ഉർമീസ് പാർട്ടിയുടെ പ്രാദേശിക കമ്മിറ്റിയുടെ നിലപാട് വിശദീകരിക്കും. സഖാക്കളെ, ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയാണ് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ. സഖാവ് ശിവൻ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ. പാർട്ടിക്ക് വേണ്ടി ജീവനൊടുക്കിയ സഖാക്കളെ മനസ്സിൽ കണ്ട് പ്രതികാരം ചെയ്യാനായി അന്യായത്തിന്റെ അധികാര ശക്തിയായ ദിവാനെ ഒറ്റയാൾ പട നയിച്ച് വെട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തി ഓടിച്ച് സഖാവ് ശിവന്റെ വിപ്ലവ വീര്യത്തിന് മുന്നിൽ എന്റെ അഭിവാദ്യങ്ങൾ. സഖാവ് ശിവനെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഈ പ്രാദേശിക കമ്മിറ്റി നോമിനേറ്റ് ചെയ്യും. സഖാക്കളെ, നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹമാണ് ഒരു സഖാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി. ഈ പ്രാദേശിക കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്തത് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ്. ആദരവോടുകൂടി ഞാനത് നിരസിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി മരിച്ചു വീണ ഓരോ സഖാവിന്റെയും ചോരയിൽ മുങ്ങിയതാണ് കമ്മ്യൂണിസ്റ്റ് കൊടിയിലെ ചുവപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചുവപ്പാണ് എന്റെ മനസ്സിൽ എന്നും പടർന്നു കയറിയ മനുഷ്യസ്നേഹം. പാർട്ടിയോടൊപ്പം ഞാനും വളർന്നു വലുതായാൽ എന്നിലെ മനുഷ്യസ്നേഹി മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭരിക്കുന്നവൻ ഭരിക്കപ്പെടുന്നവന്റെ വേദനകൾ അറിയാറില്ല. ജനകീയ ഭരണത്തിന് തുടക്കമായി നമ്മുടെ പാർട്ടിയും അധികാരത്തിൽ വരും. അധമന്മാരിരുന്ന് നാട് മുടിച്ച് ഭരിച്ച അഴിമതിയുടെയും അന്യായത്തിന്റെയും അധികാര കസേരകൾ കത്തിച്ച് ചാമ്പലാക്കിയ ശേഷമേ നമ്മുടെ പാർട്ടി ഭരണം ഏറ്റെടുക്കാവൂ. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രതീകങ്ങളായ കമ്മ്യൂണിസ്റ്റ് കസേരകളിൽ ഇരുന്ന് വേണം സഖാക്കൾ ഭരിക്കേണ്ടത്. ഭരിക്കപ്പെടുന്നവന്റെ വേദനകൾ മനസ്സിലാക്കി ഭരണ നേതൃത്വത്തെ അറിയിക്കണമെങ്കിൽ ഇന്ന് ഞാനൊരു സാധാരണ സഖാവായി അണികളോടൊപ്പം ഉണ്ടായിരിക്കണം. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നെ സംരക്ഷിച്ചതുപോലെ പാർട്ടി അച്ചടക്കത്തിൽ നിന്ന് പാർട്ടിയെയും പാർട്ടിയുടെ ദർശനങ്ങളെയും സംരക്ഷിക്കാൻ സഖാ ഉർമീസ് എന്തുകൊണ്ടും യോഗ്യനാണ്. എന്റെ മനസാക്ഷിയായ സഖാ ഉർമീസിനെ
സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്ന് എല്ലാ സഖാക്കളോടും ഞാൻ അപേക്ഷിക്കുകയാണ്. രക്തസാക്ഷികൾ Thank you.